നമസ്തേ. സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ സംസ്കൃത പാഠപുസ്തകമാണ്. ഇപ്പോൾ നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് 10ാമത്തെ പാഠമാണ്. അങ്ങനെ 5ാം ക്ലാസ്സിലെ പാഠങ്ങൾ ഇവിടെ സമാപിച്ചു. മക്കളെ, ദശമഹാപാഠ ശ്രുതി സുഖദം. 10ാമത്തെ പാഠം ശ്രുതിക്ക് സുഖദമായിട്ടുള്ളത്, കേൾക്കാൻ നല്ല ഇമ്പമുള്ള, എന്തായാലും ശ്രുതി സുഖദം എന്ന് പറയാം. ഇത് ഗാനങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ശ്രുതി സുഖദമായ ഗാനങ്ങൾ. ചലച്ചിത്ര ഗാനം ശ്രോതും തഥാ ഗാതും സർവേ ജനാഹ ഇച്ഛന്തി. മലയാള ചലച്ചിത്രേഷു അനേകാനി ഗാനാനി സുപ്രസിദ്ധാനി ഭവന്തി. തേഷു സംസ്കൃതേന വിരചിതാനി കാനിചന ഗീതാനി അപി സന്തി ഇതി ജാനന്തി വാ. ദശമഹാപാഠ 10ാമത്തെ പാഠം ശ്രുതി സുഖദം. ശ്രുതിക്ക് സുഖദമായിട്ടുള്ളത്, കേൾക്കാൻ ഇമ്പമുള്ളത് ആയിട്ടുള്ള ഗാനങ്ങൾ. ചലച്ചിത്ര ഗാനം ശ്രോതും തഥാ ഗാതും സർവേ ജനാഹ ഇച്ഛന്തി. ശ്രോതും കേൾക്കുവാൻ, ഗാതും പാടുവാൻ. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ അധികൃത്യ എന്ന വാക്ക് കേട്ടപ്പോൾ അവിടെ ഒരു ചെറിയൊരു കാര്യം ഞാൻ വിശദീകരിച്ച് പറഞ്ഞു. അത് ലബന്ധ അവ്യയാണെന്ന്. അധികൃത്യ ലബന്ധ അവ്യയാണെന്ന്. ഇത് തുമുന്നന്തമായ അവ്യയാണ്. ഏത്? ശ്രോതും ഗാതും ഗന്ധും വക്തും പഠിതും എന്നൊക്കെ പറയുമ്പോൾ തുമുന്നന്തമായ പദങ്ങളാണ്. തുമുന്നന്തം ഒന്ന് ഓർത്തിരിക്കുക. തുമുന്നന്തം വളരെ എളുപ്പമാണ്. ചലച്ചിത്ര ഗാനം ശ്രോതും തഥാ ഗാതും കേൾക്കുവാനും അതുപ്രകാരം തന്നെ പാടുവാനും സർവേ ജനാഹ ഇച്ഛന്തി. എത്ര പാട്ടറിയാത്ത ആൾക്കാർക്കും പാട്ടിൻ്റെ വരികളൊന്നും മൂളാത്തവരുണ്ടാവില്ല, അല്ലേ? സർവേ ജനാഹ ഇച്ഛന്തി, എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ചലച്ചിത്ര ഗാനം കേൾക്കാനും പാടാനും എല്ലാം തന്നെ. മലയാള ചലച്ചിത്രേഷു അനേകാനി ഗാനാനി സുപ്രസിദ്ധാനി ഭവന്തി. മലയാള ചലച്ചിത്രത്തിൽ അനേകാനി ഗാനാനി, ധാരാളം ഗാനങ്ങൾ, സുപ്രസിദ്ധാനി ഭവന്തി, വളരെ പ്രസിദ്ധങ്ങളാണ്. തേഷു, അവയിൽ, സംസ്കൃതേന വിരചിതാനി കാനിചന ഗീതാനി അഭി സന്തി ഇതി ജാനന്തി വാ. ഇങ്ങനെയുള്ള പാട്ടുകളിൽ സംസ്കൃതത്തിൽ രചിച്ചിട്ടുള്ള പാട്ടുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ? സംസ്കൃതത്തിൽ ചലച്ചിത്ര ഗീതങ്ങൾ എല്ലാം സംസ്കൃതത്തിലുണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഈ ഫോട്ടോ ഇത് സംസ്കൃതത്തിൽ അനേകം സിനിമ ഗാനങ്ങൾ രചിച്ചിട്ടുള്ള, അതിൻ്റെ സംവിധാനം ചെയ്തിട്ടുള്ള യൂസഫ് അലി കേച്ചേരി എന്ന മഹാനാണ്. അദ്ദേഹം എഴുതിയ ജാനകി ജാനേ ഇതി ഗാനം ശ്രുതവന്തഃ കിം. ഗാനമിതം കേന വിരചിതം. ജാനകി ജാനേ എന്ന് തുടങ്ങുന്നൊരു പാട്ടുണ്ട്. രാമ രാമ, ഞാനത് പാടിയാൽ ശരിയാവില്ല, പിന്നെ പാടിത്തരുന്നത്. ശബ്ദം ശരിയില്ല, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പാടി നോക്കായിരുന്നു. ജാനകി ജാനേ എന്ന ഗാനം ശ്രുതവന്തഃ കിം, അത് ഒരു സിനിമാ ഗാനാണ്. ധ്വനി എന്ന സിനിമയിലുള്ള ഗാനാണ്. ജാനകി ജാനേ ആരാണ്? ജാനകി ഭാര്യയായിട്ടുള്ളവൻ ആരോ അവനാണ് ജാനകി ജാനി, അതായത് ശ്രീരാമനെ പറ്റിയിട്ട് കുറച്ച് നല്ല ഭക്തി പുരസ്സരമൊക്കെ പാടിയിട്ടുള്ള ഒരു പാട്ടാണിത്. അത് നമുക്ക് എപ്പോഴെങ്കിലും പിന്നെ പാട്ട് പാടാം. ഇത് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ പ്രചാരത്തിലുണ്ടാവുമ്പോൾ അതിൽ പാട്ടുകളൊക്കെ ധാരാളം ഉണ്ടാവും. അതിൽ ജാനകി ജാനേ എന്നുള്ള പാട്ടും ഉണ്ടാവും, യേശുദാസ് പാടിയത്. അപ്പം നമുക്ക് നല്ലോണം കേൾക്കാൻ പറ്റും. ഇപ്പം ഞാൻ ആ പാട്ട് പാടിയിട്ട് അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തുന്നില്ല. അങ്ങനെ ഇത് എഴുതിയത് യൂസഫ് അലി കേച്ചേരിയാണ്. അദ്ദേഹം തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരി എന്ന സ്ഥലത്താണ്. അതുകൊണ്ടാണ് യൂസഫ് അലി സാറിന് യൂസഫ് അലി കേച്ചേരി എന്ന പേര് കിട്ടിയത്.
ധ്വനി നാമ മലയാളചലച്ചിത്രസ്യ ഇदं ഗീതം സംസ്കൃതഭാഷയാ വിരചിതം. സുപ്രസിദ്ധഗാനരചയിതാ യൂസഫ് അലി കേച്ചേരി മഹാഭാഗः एव अस्य गानस्य रचयिता, अभिभाषकः, निर्देशकः, गानरचयिता इति विविधासु वृत्तिषु प्रसिद्धः अयं कविः संस्कृतेन बहूनि चलचित्राणि लिखति स्म. त्रिशूर् जिल्लायां केचेरी ग्रामे अयं महोदयः अजायत. प्रसिद्धः संस्कृतपण्डितः प्रोफेसर् के.पी. नारायणपिषारडी महोदयः एव अस्य संस्कृत आचार्यः. ജാനകി ജാനേ ഇതി ഗാനം ശ്രുതവന്തഃ കിം? ഇല്ലെങ്കിൽ കേൾക്കണം കേട്ടോ, നല്ലൊരു പാട്ടാണ്. ഗാനവിധം കേന വിരചിതം? ഇത് യൂസഫ് അലി കേച്ചേരി മഹാഭാഗേന വിരചിതം. ധ്വനി നാമ ചലച്ചിത്രാത് ഗൃഹീതം. ധ്വനി നാമ മലയാള ചലച്ചിത്രസ്യ ഇदं ഗീതം. ധ്വനി എന്നു പേരായ മലയാള ചലച്ചിത്രത്തിലെ ഈ പാട്ട്, അതായത് ജാനകി ജാനേ, ജാനകി ജായ യസ്യ സഹ ജാനകി ജാനി, അതിൻ്റെ സംബോധനയാണ് ജാനകി ജാനേ. ജാനകി ഭാര്യയായിട്ടുള്ളവൻ ആരോ അവൻ. അതായത് ജാനകി എന്ന് പറഞ്ഞാൽ സീതയെക്കുറിച്ചാണ് പറയുന്നത്. സീതയുടെ ഭർത്താവ് ആരാണ്? രാമൻ. ജാനകി ഭാര്യയായിട്ടുള്ളത് ആരോ അവൻ എന്ന് പറഞ്ഞാൽ രാമനാണ്, ശ്രീരാമനാണ്. ജാനകി ജാനേ എന്ന പാട്ട്. ധ്വനി നാമ ചലച്ചിത്രസ്യ ഇदं ഗീതം സംസ്കൃത ഭാഷയാ വിരചിതം. ഇത് സംസ്കൃത ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. സുപ്രസിദ്ധ ഗാനരചയിത യൂസഫ് അലി കേച്ചേരി മഹാഭാഗः. സുപ്രസിദ്ധമായ അനേകം ഗാനങ്ങൾ രചിച്ചിട്ടുള്ള യൂസഫ് അലി കേച്ചേരി മഹാഭാഗ എന്ന് പറഞ്ഞാൽ ബഹുമാന പുരസ്സരം ചേർക്കുന്ന വാക്കാണ്. അസ്യ ഗാനസ്യ രചയിത, അദ്ദേഹമാണ് ഈ ഗാനത്തിൻ്റെ രചയിതാവ്, എഴുതിയ ആൾ. ജനപ്രിയ നിർദ്ദേശക ഗാനരചയിത ഇത് വിവിധാസു പ്രവൃത്തിഷു പ്രസിദ്ധ. ഇദ്ദേഹം പല കാര്യങ്ങളിലും പ്രസിദ്ധനാണ്. എന്തെല്ലാമാണ്? അഭിഭാഷകനാണ്, ഒരു നിർദ്ദേശകനാണ്, സംവിധായകനാണ്, ഗാനരചയിതാവാണ്. അങ്ങനെ ഇദ്ദേഹം വിവിധേഷു വൃത്തിഷു, പല പ്രവൃത്തികളിലും പ്രസിദ്ധ. അയം കവി, ഈ കവി സംസ്കൃതേ ബഹൂനി ചലച്ചിത്ര ഗീതാനി ലിഖതി സ്മ. ഇദ്ദേഹം സംസ്കൃതത്തിൽ ധാരാളം ചലച്ചിത്ര ഗീതങ്ങൾ ലിഖതി സ്മ എന്ന് പറഞ്ഞാൽ അലിഖത്, ഒരു ക്രിയയുടെ വർത്തമാനകാല രൂപമാണല്ലോ ലിഖതി. അതിനോട് സ്മ ചേർത്തപ്പോൾ അതിന് ഭൂതകാലാർത്ഥമായി. ലിഖതി സ്മ എഴുതി. അപ്പോൾ പഠിതാതു, അതിൻ്റെ ലട്ട് പടതി, അതിനോട് സ്മ ചേർത്ത പടതി സ്മ. പടതി സ്മ എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചു. ലിഖതി സ്മ എഴുതി. അപ്പോൾ അത് ഭൂതകാലത്തിലുള്ള ക്രിയ പ്രയോഗിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ സ്മ എന്ന പ്രയോഗം. അതായത് ഇവിടെ ലിഖതി സ്മ എന്നാണല്ലോ, അലിഖത് എന്നാണ് അർത്ഥം കേട്ടോ, എഴുതി. തൃശ്ശൂർ ജില്ലായാം കേച്ചേരി ഗ്രാമേ അയം മഹോദയ അജായത. തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരി ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. മഹോദയ എന്ന് പറഞ്ഞാൽ ബഹുമാന പുരസ്സരം ചേർത്ത വാക്കാണ്. പ്രസിദ്ധ സംസ്കൃത പണ്ഡിത പ്രൊഫസർ കെ.പി. നാരായണപിഷാരടി മഹോദയ അസ്യ സംസ്കൃത ആചാര്യ. ഇദ്ദേഹത്തിൻ്റെ സംസ്കൃതം പഠിപ്പിച്ച ഗുരുനാഥൻ സംസ്കൃത പണ്ഡിതനായ പ്രൊഫസർ കെ.പി. നാരായണപിഷാരടി മഹോദയനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം മുഴുവനും അദ്ദേഹം ശിഷ്യന്മാരിലേക്ക് ഒഴുക്കി കൊടുത്തിരുന്നു, പറഞ്ഞു കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് യൂസഫ് അലി കേച്ചേരി. ചഞ്ചല നയനം ജാനകി ജാനേ, കൃഷ്ണകൃപാസാഗരം ബ്രൂഹി കൃഷ്ണ, മാമവ മാധവ മധുമാധി, ആഗമയ ലസിതേ,
ഗേയം, ഹരിനാമധേയം. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ രചനകളാണ്, ഗാനങ്ങളാണ് കേട്ടോ. ചഞ്ചല ചഞ്ചല നയനം, പിന്നെ ജാനകി ജാനേ കൃഷ്ണകൃപാസാഗരം, പിന്നെ ബ്രൂഹി കൃഷ്ണ മാമവ മാധവ മധുമയി ആഗമയ ലസിതേ, ഹേയം ഗേയം ഹരിനാമധേയം. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളാണ്. യൂസഫ് അലി കേച്ചേരി മഹോദയേന രചിതാനി ഏതാനി സംസ്കൃത ഗീതാനി. ഈ യൂസഫ് അലി കേച്ചേരി എഴുതിയ പ്രസിദ്ധങ്ങളായ സംസ്കൃത ഗീതങ്ങൾ ആണ് ഇതെല്ലാം തന്നെ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം ഇത്യാദീൻ ബഹൂൻ പുരസ്കാരൻ പ്രാപ്തവാൻ അയം. അയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം വാങ്ങി. ഓടക്കുഴൽ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒരു നല്ലൊരു കവിയാണ്. അങ്ങനെ പുരസ്കാരം, അങ്ങനെയുള്ള ആൾക്കല്ലേ ധാരാളം പുരസ്കാരങ്ങളൊക്കെ കിട്ടുക. ചലച്ചിത്രസ്യ മഴ എന്നാണ് കേട്ടോ. മഴ ഇത് ചലച്ചിത്രസ്യ ഗേയം ഹരിനാമധേയം. ഗേയം ഹരിനാമധേയം ഇത് സംസ്കൃത ഗാനസ്യ രചന അയം മഹോദയ ദേശീയ ചലച്ചിത്ര പുരസ്കാരേണ സമാദൃത. അദ്ദേഹം മഴ എന്ന ചലച്ചിത്രത്തിൽ ഗേയം ഹരിനാമധേയം എന്ന് തുടങ്ങുന്ന ഒരു സംസ്കൃത ഗാനം രചിച്ചു. അങ്ങനെ ഈ മഹോദയന് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഈ രചനയ്ക്ക് കിട്ടി. ഏതേഷാം സംസ്കൃത ഗാനാനാം ആലപനേന. ഇത്തരത്തിലുള്ള സംസ്കൃത ഗാനങ്ങളുടെ ആലപനത്താൽ ഗാനങ്ങൾ പാടിയതിനാൽ സംസ്കൃത ഭാഷായ ലളിത കോമളത്വം, സംസ്കൃത ഭാഷ ഇത്രയും ലളിതവും കോമളത്വമുള്ളതുമാണോ എന്ന് അതിശയിച്ചു പോകും. അത്രയും നല്ല ശ്രുതിസുഖതമായ ഗീതങ്ങൾ. ഒരു തെറ്റ് പറ്റിപ്പോയിട്ടോ. അപ്പോൾ എന്തെല്ലാം പുരസ്കാരം കിട്ടി? കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ഓടക്കുഴൽ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം ഇത്യാദീൻ ബഹൂൻ പുരസ്കാരാൻ പ്രാപ്തവാനായം. ധാരാളം പുരസ്കാരങ്ങൾ നേടി. മഴ ഇതി ചലച്ചിത്രസ്യ ഗേയം ഹരിനാമധേയം ഇതി സംസ്കൃത ഗാനസ്യ രചനയ അയം മഹോദയ ദേശീയ ചലച്ചിത്ര പുരസ്കാരേണ സമാദൃത. അദ്ദേഹത്തിന് ഈ ഒരു മഴ എന്ന ചലച്ചിത്രത്തിൽ എഴുതിയ ഗേയം ഹരിനാമധേയം എന്ന സംസ്കൃത ഗാനത്തിന് അദ്ദേഹത്തിന് ചലച്ചിത്ര പുരസ്കാരം കിട്ടി. ഏകദേശം സംസ്കൃത ഗാനാനാം ആലപനേന. ഇത്തരത്തിലുള്ള സംസ്കൃത ഗാനങ്ങൾ ആലപിച്ചതുകൊണ്ട് സംസ്കൃത ഭാഷായാ ലളിത കോമളത്വം മാധുര്യം ച അനുഭവിതും കരോതി. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ലളിതമായിട്ടുള്ള ഗാനങ്ങളൊക്കെ എഴുതിയിട്ട് ഈ ഗാനങ്ങളിലൂടെ യേഷാം സംസ്കൃത ഗാനാനാം ആലപനേന, ഈ സംസ്കൃത ഗാനങ്ങൾ ആലപിക്കുന്നത് കൊണ്ട് സംസ്കൃത ഭാഷയ്ക്ക് ലളിത കോമളത്വം മാധുര്യം ച അനുഭവിതും ശക്നോതി. അദ്ദേഹം ആ ലളിത കോമളമായ പദാവലികളോടുകൂടി അനേകം ഗാനങ്ങൾ എഴുതി ഇത് സഹൃദയരായ എല്ലാവരെയും ആനന്ദിപ്പിക്കാൻ ഉതകുന്നതാണ്, ആനന്ദിപ്പിക്കുന്നു. ഇനി വേഗം വായിക്കട്ടെ, ഒറ്റ തവണയെ വായിക്കുള്ളൂ, നോക്കാം. പദച്ഛേദ ഏതേനൈവ, ഐ വരുന്നിടത്ത് പദച്ഛേദം ചെയ്യുമ്പോൾ ന ഏവ, ഏതേന ഏവ, ന ഏ, അതാണ് നൈ എന്നായി മാറിയത് കേട്ടോ.
ഇത്യേതാനി ഇതി ഏതാനി ഇത്യാദി ഇത് ആദി. വിഗ്രഹം ലളിത കോമളത്വം ലളിതം ച കോമളം ച ലളിത കോമളം തസ്യ ഭാവഃ ലളിത കോമളത്വം. ജാനകി ജാനേ ജാനകി ജായ യസ്യ സഹ. ജാനകി ഭാര്യയായിട്ടുള്ളത് ആരോ അവൾ ജാനകി ജാനി. തസ്യ സമ്പുദ്ധിയാണ് ജാനകി ജാനേ എന്നത്. ജാനകി ജാനേ എന്ന് പറഞ്ഞാൽ ശ്രീരാമെന്നാണ്. വ്യാകരണ വിശേഷം സ്മ യോഗേ ഭൂതകാലാർത്ഥ. ഒരു ക്രിയയുടെ വർത്തമാനകാല രൂപത്തോടു കൂടി സ്മ ചേർത്താൽ അതിന് ഭൂതകാലത്തിലുള്ള അർത്ഥം കിട്ടും. യഥാ എപ്രകാരം വെച്ചാൽ ലിഖതി സ്മ അലിഖത് എന്നർത്ഥം. തുമുന്നന്തവ്യം ശ്രോതും ഗാതും അനുഭവിതും. ഇതെല്ലാം തും എന്നതിൽ അവസാനിക്കുന്നതുകൊണ്ട് തുമുന്നന്തങ്ങളായ അവ്യയങ്ങളാണ്. യൂസഫ് അലി കേച്ചേരി മഹോദയസ്യ മലയാള കവിതാ സമാഹാരാൻ അധികൃത്യ ചർച്ചാ കരോതു. ഈ യൂസഫ് അലി കേച്ചേരിയുടെ മലയാള കവിതാ സമാഹാരങ്ങൾ ലൈബ്രറിയിൽ നിന്നൊക്കെ എടുത്തിട്ട് വായിക്കുക. ഇതിൻ്റെ സൂചനകൾ ഇത് എല്ലാം കേച്ചേരി എഴുതിയ ഗാനങ്ങളാണ്. സൂചനകൾ ആലില, കേച്ചേരിപ്പുഴ, നാദബ്രഹ്മം, മുഖപാടമില്ലാതെ മുഖപടം തെറ്റിപ്പോയിട്ടുണ്ട് അല്ലേ, ക്ഷമിക്കണേ. 5 കന്യകകൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളാണ്. ശബ്ദകോശം നിരീക്ഷ്യ നൂതന പദാനാം അർത്ഥം ടിപ്പണി പുസ്തകെ ലിഖതു. എല്ലാ ശബ്ദങ്ങളും അർത്ഥപുസ്തകത്തിൽ എത്തണം. സർവേ അഖിലാഹ എല്ലാവരും, ഇതസ്സത സമാദൃതഃ ബഹുമാനിതഃ. സൂചകാനി ഉപയുജ്യ ലഘുവാക്യാനി ലിഖത. ഇവിടെ പദസൂര്യൻ്റെ നടുക്ക് യൂസഫ് അലി കേച്ചേരി എന്നാണ്. അപ്പോൾ യൂസഫ് അലി കേച്ചേരി മഹാഭാഗസ്യ മാതാ നജ്മക്കുട്ടിയമ്മ. കേച്ചേരി മഹോദയസ്യ പിതാവല്ല, അവിടെ കേച്ചേരിയാണ് സ്ഥലം. പിതാ അഹമ്മദ്, പത്നി ഖദീജ. അങ്ങനെ പറഞ്ഞാൽ മതി. യൂസഫ് അലി കേച്ചേരി മഹോദയസ്യ പിതാ അഹമ്മദ് മഹോദയ ഭവതി. യൂസഫ് അലി കേച്ചേരി മഹോദയസ്യ മാതാ നജ്മക്കുട്ടിയമ്മ. നജ്മക്കുട്ടിയുമ്മ, അമ്മ എന്നല്ല ഉമ്മ എന്നാണ്. നജ്മക്കുട്ടിയുമ്മ. അദ്ദേഹത്തിൻ്റെ സ്ഥലം കേച്ചേരി, പത്നി ഖദീജ. ഇതെല്ലാം മനസ്സിലാക്കുക, വാക്യങ്ങളാക്കി എഴുതുക. അടുത്ത ചലച്ചിത്രഗാനം ചലച്ചിത്രേണ യോജയതു. ചലച്ചിത്രഗാനവും ചലച്ചിത്രവും യോജിപ്പിക്കാം. ജാനകി ജാനേ എന്നുള്ളത് ധ്വനിയിലാണ്. കൃഷ്ണ കൃപാസാഗരം അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. കൃഷ്ണകൃപാസാഗരം, മാനവ മാധവ മധുമയി, ചഞ്ചല നയനം, ബ്രൂഹി കൃഷ്ണ ധന ശ്യാമ. ഇതെല്ലാം തന്നെ ചേരുംപടി ചേർത്ത് എഴുതാണ് വേണ്ടത്. ജാനകി ജാനേ എന്നുള്ളത് ആരാണ്? ധ്വനി എന്ന സിനിമയിൽ നിർത്താം. ബാക്കി അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി, പറഞ്ഞുതരും. ഒരു കമൻറ്റ് ബോക്സിലൊക്കെ ഇടാമല്ലോ. അങ്ങനെയൊക്കെ അല്ലേ ഇപ്പോൾ പറയുന്നത്. അടുത്തത് ഗദ്യഭാഗം പഠിത്വ പ്രശ്ന ഉത്തരം ലിഖതു. ഒരു ഗദ്യഭാഗം. കലക്കാത്ത ആരുടേതാണ്? നഞ്ചിയമ്മ അല്ലേ? നഞ്ചിയമ്മയുടെ ഒരു പ്രധാനപ്പെട്ട ഗാനമായി കലക്കാത്ത എന്നത്.
കൽക്കത്ത ഇതി ഗ്രാമീണഗീതം ഇതാനീം സമ്പൂർണേ ദേശേ പ്രചലതി. ഏതത് ചലച്ചിത്രഗീതം നഞ്ചിയമ്മ ഇതി മഹിളയാ ആലപിതം. ഏഷ നഞ്ചിയമ്മ ചലച്ചിത്രഗാനേന പ്രസിദ്ധാ അഭവത്. നഞ്ചിയമ്മ പാലക്കാട് ജില്ലായാം അട്ടപ്പാടി നാമ ഗ്രാമേ അജായത. അധ്യാപനം അയ്യപ്പനും കോശിയും ഇതി ചലച്ചിത്രേ വിദ്യമാനസ്യ കലക്കത്ത ഇതി ഗാനസ്യ ആലപനേന ഏവ കീർത്തിം അവാപ. ആ ഒരു പാട്ട് കൊണ്ട് തന്നെ ഈ നഞ്ചിയമ്മ ലോകപ്രശസ്തയായി. 2022 2022 വർഷത്തിൽ ഏഷ ദേവി ചലച്ചിത്ര പുരസ്കാരേണ സമാദൃത അഭവത്. ഒരു തവണ കൂടി വായിക്കട്ടെ. 2022 വർഷേ ഏഷ ദേവി ചലച്ചിത്ര പുരസ്കാരേണ സമാദൃത അഭവത്. നഞ്ചിയമ്മ കസ്യം ജില്ലായാം തൃശ്ശൂർ ജില്ലായാം അജായത. കലക്കത്ത ഇതി ഗാനം കസ്മിൻ ചലച്ചിത്രേ ഭവതി. ധ്വനി നാമ ചലച്ചിത്രേ ഭവതി. കസ്മിൻ വർഷേ നഞ്ചിയമ്മ ദേശീയ പുരസ്കാരേണ സമാദൃത. 3 വർഷം മുൻപാണ്, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. യശഃ ഇതി പദസ്യ സമാനാർത്ഥകം പദം ഖണ്ഡികാതഃ സ്വീകൃത്യ ലിഖതു. ആ ഖണ്ഡികയിൽ നിന്ന് യശസ് എന്ന അർത്ഥം വരുന്ന ഒരു പദമുണ്ട്, അത് എടുത്തിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഖണ്ഡികായാഹ ഉചിതം ശീർഷകം ദദാതു. ഖണ്ഡികയ്ക്ക് നല്ലൊരു ശീർഷകം കൊടുക്കുക. ഏത് ഖണ്ഡികയ്ക്കാണ്? നഞ്ചിയമ്മയെക്കുറിച്ച് അവിടെ ഒരു ഖണ്ഡിക, അതിനാണ് കൊടുക്കേണ്ടത്. അധികതാംശാഹ സംസ്കൃത ചലച്ചിത്ര ഗീതാനി അധികൃത്യ ചർച്ചാം അകരോത്. നൂതന പദാനാർത്ഥം ടിപ്പണി പുസ്തകേ അലിഖത്. യോസഫലികേച്ചരി മഹോദയസ്യ ആധുനികസ്യ ലഘുവാക്യാനി അലിഖത്. ചലച്ചിത്ര ഗീതാനി അധികൃത്യ അവഗച്ഛത്. ഗദ്യഭാഗം പഠിത്വ പ്രശ്നാനാം ഉത്തരം അവദത് അലിഖത്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ വർക്കുകളാണ്. ഇനി എന്താണ് കവി എന്ന പദം? കവി എന്ന പദത്തിൻ്റെ അത് ഇകാരാന്താണല്ലോ, കവി എന്നല്ല പറയുന്നത്, പിന്നെ ഒരു വിസർഗം കൂടെ ഉണ്ട് അല്ലേ. അപ്പോൾ കവി എന്ന് പറയാം. കവി എന്ന പദത്തിൻ്റെ 7 വിഭക്തികളിലും എങ്ങനെ പറയുന്നു നോക്കാം. ഞാൻ കവി എന്ന വാക്ക് പറയട്ടെ. പ്രഥമ വിഭക്തിയിൽ കവി, കവയഃ. ദ്വിതീയ വിഭക്തിയല്ല, സംബോധന പ്രഥമ ഹേ കവേ, ഹേ കവി, ഹേ കവയഃ. ആ സംബോധന പ്രഥമയ്ക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ, ഹേ എന്ന് ചേർക്കും വേണം. ദ്വിതീയ വിഭക്തിക്ക് എന്താണ്? ഹേ കവേ അല്ല, ദ്വിതീയ വിഭക്തി കവിം, കവിയും കവിന, കവിം കവി കവീൻ. തൃതീയ വിഭക്തി കവിന കവിഭ്യം കവിഭിഃ. ചതുർത്ഥി വിഭക്തി കവയേ കവിഭ്യം കവിഭ്യഃ. പഞ്ചമി വിഭക്തി കവേഃ കവിഭ്യം കവിഭ്യഃ. ഷഷ്ഠി വിഭക്തി കവേഃ കവയോഃ കവീനാം. സപ്തമി വിഭക്തി കവയോഃ കവിഷു. അടുത്തത് ധാതു പരസ്മൈപതി ലോട്ട്. ഏത് ധാതുവാണ്? ഗൈ ധാതു. അതിൻ്റെ പരസ്മൈപതി ലോട്ടാണ് ചോദിക്കുന്നത്. ലോട്ട് എന്ന് പറഞ്ഞാൽ വിധി, ഒരു കാര്യം കൽപ്പിക്കുക, ആശിസ് കൊടുക്കുക, പ്രാർത്ഥിക്കുക, അവിടെയൊക്കെ ലോട്ടാണ് പ്രയോഗിക്കുക. ഭൂധാതു പരസ്മൈപതി ലോട്ട്. പ്രഥമ പുരുഷനിൽ ഇതുപോലത്തെ പ്രധാനപ്പെട്ട വേറൊരു വാക്കെടുത്ത് പറഞ്ഞ് പഠിച്ചാലും മതി. ഇത് അതിനേക്കാൾ എളുപ്പം തന്നെയാണ്, പ്രയാസമില്ലാത്തതാണ്. പ്രഥമ പുരുഷനിൽ ഗായതോ ഗായതാത് 2 രൂപമുണ്ട്. ഗായതാം ഗായന്തോ. മധ്യമ പുരുഷനിൽ ഗായതാത് ഗായതം ഗായത. ഉത്തമ പുരുഷനിൽ ഗായാമി ഗായാവഹ ഗായാമഹ. നമ്മൾ പടുതാത് വെച്ചിട്ട് പറഞ്ഞു നോക്കുക. പ്രഥമ പുരുഷൻ പഠതു പഠതാത് പഠതാം പഠന്തോ. മധ്യമ പുരുഷൻ പഠതാത് പഠതം പഠത. ഉത്തമ പുരുഷൻ പഠാനി പഠാവ പഠാമ. അതുപോലെ ലിഖിതാതു ഹസുധാതു ഒക്കെ നിങ്ങളെ
ഇഷ്ടം പോലെ നിങ്ങൾക്ക് എഴുതി പഠിക്കാനുള്ള അവസരമുണ്ട്. അമരകോശത്തിൽ പറയുന്നത് യശസ് എന്ന വാക്കിൻ്റെ പര്യായപദമാണ് യശഃ കീർത്തി സമജ്ഞ. യശഃ കീർത്തി സമജ്ഞ എന്നാണ് അതിൻ്റെ പിരിച്ച രൂപം. ശബ്ദകോശം പദം സംസ്കൃതം മലയാളം നേരെ വലത്തോട്ടാണ് വായിക്കുന്നത്. തഥാ തേന പ്രകാരേണ അപ്രകാരം സർവേ അഖിലാഹ എല്ലാവരും ഇച്ഛന്തി ആഗ്രഹിക്കുന്നു. അനേകാനി ധാരാളം മഹാഭാഗഃ മഹാശയഃ മഹാവ്യക്തി അഭിഭാഷകഃ ന്യായവാദി വക്കീല് സമാദൃതഃ ബഹുമാനിതഃ അനുഭവിതും അനുഭോക്തും അനുഭവിക്കുവാൻ ജിജ്ഞാസ ജ്ഞാതുമിച്ഛ അറിയാനുള്ള ആഗ്രഹം. ഇത് നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ഇനി അക്ഷരമാല സ്വരാക്ഷരാണി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഞാൻ വേഗം ഒന്ന് പറയാം. എഴുതാൻ നിങ്ങൾക്ക് അറിയും. ഇപ്പോൾ അ ആ ഇ ഈ ഒ ഓ ഋ ഋ ള് എ ഐ ഒ ഔ അം അ. ഒരു തവണ കൂടി പറയട്ടെ. ആ സ്വരാക്ഷരാണി എന്നാണ് അവിടെ എഴുതുന്നത്. സ്വരാക്ഷരം എന്നുള്ളതിൻ്റെ ബഹുവചനാണ് സ്വരാക്ഷരാണി. ആ ഇ ഈ ഒ ഓ ഋ ഋ ള് എ ഐ ഒ ഔ അം അഹ. ഈ അം എന്നതിന് നമുക്ക് വേണമെങ്കിൽ ആ ചിഹ്നം ഉണ്ടല്ലോ, ആയുടെ മേലെ ഉള്ളൊരു ചിഹ്നം, അതിന് അനുസ്വാരം എന്ന് പറയും. പിന്നെ അഹ അഹ എന്നതിന് ആ കഴിഞ്ഞിട്ടുള്ള ചിഹ്നം ഉണ്ടല്ലോ, അതിന് വിസർഗം എന്നും പറയും. ഇനി വ്യഞ്ജനാക്ഷരാണി, വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ക ഖ ഗ ഘ ങ അത് കവർഗം. ച ഛ ജ ഝ ഞ അത് ചവർഗ. ട ഠ ഡ ഢ ണ ടവർഗ. ത ഥ ദ ധ ന തവർഗ. പ ഫ ബ ഭ മ പവർഗ. യ ര ല വ ശ ഷ സ ഹ. അത്രയേ ഉള്ളൂ. മലയാളത്തിൽ പിന്നെ ള ഴ റ കൂടിയുണ്ട്. ഒരു തവണ കൂടി വ്യഞ്ജനാക്ഷരങ്ങൾ പറയട്ടെ. ക ഖ ഗ ഘ ങ ച ഛ ജ ഝ ഞ ഒന്നുകൂടെ പറയട്ടെ. ക ഖ ഗ ഘ ങ കവർഗ. ച ഛ ജ ഝ ഞ ചവർഗ. ട ഠ ഡ ഢ ണ ടവർഗ. ത ഥ ദ ധ ന തവർഗ. പ ഫ ബ ഭ മ പവർഗ. യ ര ല വ അന്തസ്ഥാഹ അന്തസ്ഥങ്ങൾ. ശ ഷ സ ഹ ഊഷ്മണഃ ഊഷ്മക്കൾ. ഇത് സാവധാനം എഴുതി പഠിച്ചതാണ് പണ്ട് ക്ലാസ്സിൽ, LP ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി അതുകൊണ്ട് പഠിക്കാനൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ എല്ലാം എഴുതി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും ഇപ്പോൾ ഞങ്ങളോട് പറയുന്നില്ല. ഇത് പക്ഷേ നല്ലവണ്ണം ഉച്ചരിച്ചും എഴുതിയും പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഈ പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗം ഒരു തവണ കൂടി ഒന്ന് പറയാൻ വല്ലാത്തൊരാഗ്രഹമുണ്ട്. അതൊന്ന് വായിക്കട്ടെ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, നല്ലവണ്ണം പഠിക്കുക. ഇത് ദശമഹാപാഠ ശ്രുതി സുഖദം. ശ്രുതിക്ക് സുഖമുള്ളത്, കേൾക്കാൻ ഇമ്പമുള്ളത്, കേട്ടിരുന്നു പോകില്ല. നമ്മൾ ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയുള്ളത്. ചലച്ചിത്രഗാനം ശ്രോതും തഥാ ഗാതും സർവേ ജനാഹ ഇച്ഛന്തി. ചലച്ചിത്രഗാനങ്ങൾ ശ്രോതും തുമുന്നതും ഗാതും തുമുന്നതും അത് കേൾക്കുവാനും കാണുവാനും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇച്ഛന്തി ബഹുവചനാണ്. മലയാള ചലച്ചിത്രേഷു അനേകാനി ഗാനാനി സുപ്രസിദ്ധാനി ഭവന്തി. മലയാള ചലച്ചിത്രങ്ങളിൽ അനേകം ഗാനങ്ങൾ സുപ്രസിദ്ധാണ്. ഇന്നും ഒരു പഴമയേൽക്കാത്ത മാതിരിയുള്ള സുപ്രസിദ്ധങ്ങളായ ഗീതങ്ങൾ മലയാള സിനിമയിൽ ഉണ്ട്. തേഷു അവയിൽ വെച്ച് സംസ്കൃതേന വിരചിതാനി കാനിചന ഗീതാനി അഭിസന്ധി. അതുപോലെ അപ്പോൾ മലയാളം പോലെ തന്നെ പാടിപ്പഴകിയിട്ടുള്ള സംസ്കൃതത്തിൽ രചിച്ച ഗീതങ്ങളും ഗാനങ്ങളും ഇതുപോലെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? ജാനകി ജാനേ എന്ന ഒരു പാട്ട് യൂസഫ് അലി കേച്ചേരി ധ്വനി എന്ന സിനിമയ്ക്ക് വേണ്ടി രചിച്ച ഗാനമാണ്. നല്ലൊരു ഗാനമാണ്. അത് പാടി ചിലപ്പോൾ മോശമായി പോകും, എന്തൊക്കെയോ കാരണം കൊണ്ട് ഇപ്പോൾ ശരിക്കും പാടാൻ പറ്റണില്ല. അതുകൊണ്ട് ജാനകി ജാനേ എന്നുള്ള പാട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അത് പാടാനും നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. അടുത്തത് ധ്വനി നാമ മലയാള ചലച്ചിത്രസ്യ ഇതം ഗീതം. ധ്വനി എന്നു പേരായ മലയാള സിനിമയിലുള്ള ഈ ഗാനം ഇതം ഗീതം, ഈ ഗീതം സംസ്കൃത ഭാഷയാ വിരചിതം. സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ടതാണ്. സുപ്രസിദ്ധ ഗാനരചയിത യൂസഫ് അലി കേച്ചേരി മഹാഭാഗഃ ഏവാസ്യ ഗാനസ്യ രചയിത. സുപ്രസിദ്ധ ഗാനരചയിതാവായ യൂസഫ് അലി കേച്ചേരി അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ് തൃശ്ശൂർ ജില്ലയാണ്.
ഏവ മഹാഭാഗഹായോ മഹാൻ എന്നുള്ളതാണ് മഹാഭാഗഹ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഓരോരോ മഹത്വങ്ങളെ പറ്റി കാര്യങ്ങൾ പറയുമ്പോൾ സഹ മഹോദയ സഹ മഹാഭാഗഹ എന്നൊക്കെ പറയുന്നത് സംസ്കൃതത്തിൻ്റെ ഒരു രീതിയാണ്. നല്ല ബഹുമാനത്തിൽ ആൾക്കാരെ സംബോധന ചെയ്യുന്ന രീതി. അസ്യ ഗാനസ്യ രചയിത, അദ്ദേഹം ആരെല്ലാമായിരുന്നു? അഭിഭാഷകനായിരുന്നു. പിന്നെ നിദേശക, സംവിധായകൻ, ഗാനരചയിത, ഗാനങ്ങൾ രചിക്കുന്ന വ്യക്തി, വിവിധാസു വൃത്തിഷു പ്രസിദ്ധ, പല തലങ്ങളിൽ പ്രസിദ്ധനായ അയം കവി. സംസ്കൃതെ ബഹൂനി ചലച്ചിത്രഗീതാനി ലിഖതി സ്മ, സംസ്കൃതത്തിൽ അനേകം ചലച്ചിത്രഗീതങ്ങൾ ലിഖതി സ്മ എന്ന് ചേർത്തപ്പോൾ അത് ഭൂതകാലായി. അലിഖത് എന്നുപോലുള്ള അവ അർത്ഥമായി. തൃശ്ശൂർ ജില്ലയും കേച്ചേരി ഗ്രാമേ അയം മഹോദയ അജാത, തൃശ്ശൂരിലുള്ള കേച്ചേരി ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അങ്ങനെ യൂസഫ് അലി കേച്ചേരി എന്നുള്ള ആ ജന്മനാടിൻ്റെ പേരും കൂടി അദ്ദേഹത്തിൻ്റെ പേരിനോട് കൂടി ചേർത്ത് ബഹുമാന പുരസ്സരം നമ്മൾ പറയുന്നു. പ്രസിദ്ധ സംസ്കൃത പണ്ഡിത, പ്രസിദ്ധനായ സംസ്കൃത പണ്ഡിതനാണ് KP നാരായണ പിഷാരടി. അദ്ദേഹം നാരായണ പിഷാരടി എന്ന ഗുരു ഇദ്ദേഹത്തിൻ്റെയും ഗുരുവായിരുന്നു. യൂസഫ് അലി കേച്ചേരിയുടെ ഗുരുവായിരുന്നു. അല്ലെങ്കിൽ KP നാരായണ പിഷാരടിയുടെ ഒരു ശിഷ്യനായിരുന്നു യൂസഫ് അലി കേച്ചേരി. നല്ല മഹത്വങ്ങളുടെ ശിഷ്യത്വത്തിൽ കഴിയാൻ ഭാഗ്യം ലഭിച്ച ഒരു ജന്മം അല്ലേ. പിന്നെ അദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റ് കൃതികൾ: ചഞ്ചല നയനം, ജാനകി ജാനേ, കൃഷ്ണകൃപാസാഗരം, ബ്രൂഹി കൃഷ്ണ, മാമവ മാധവ, മധുമാധി, ആഗമയ ലസിതേ, ഹേയം, ഹരിനാമധേയം. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സംസ്കൃത ഗീതങ്ങളാണ്. യൂസഫ് അലി കേച്ചേരി മഹോദയേന രചിതാനി ഏതാനി സംസ്കൃത ഗീതാനി പ്രസിദ്ധാനി ഭവന്തി. യൂസഫ് അലി കേച്ചേരി മഹാഭാഗനാൽ എഴുതപ്പെട്ട സംസ്കൃത ഗീതങ്ങൾ ഇതെല്ലാം പ്രസിദ്ധമാണ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഓടക്കുഴൽ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം, എല്ലാ പുരസ്കാരത്തിനും ഇദ്ദേഹം അർഹനായിരുന്നു. ഇത്യാദീനി ബഹൂൻ പുരസ്കാരാൻ അയം പ്രാപ്തവാൻ, അദ്ദേഹം എത്തി. മഴ ഇതി ചലച്ചിത്രസ്യ ഗേയം ഹരിനാമധേയം ഇതി സംസ്കൃതഗാനസ്യ രചനയാ അയം മഹോദയഃ ദേശീയ ചലച്ചിത്ര പുരസ്കാരേണ സമാദൃതഃ. സിനിമ രംഗത്ത് നല്ല നടന്, നല്ല നടിക്ക്, നല്ല സംവിധായകന് എല്ലാം സമ്മാനങ്ങൾ കൊടുക്കുമല്ലോ. അതേപോലെ ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ പുരസ്കാരം, വള്ളത്തോൾ പുരസ്കാരം എല്ലാം പ്രാപ്തവാനായ ഇദ്ദേഹത്തിന് കിട്ടി. മഴ എന്ന ചലച്ചിത്രത്തിൻ്റെ ഗേയം ഹരിനാമധേയം ഇതി സംസ്കൃതഗാനസ്യ രചനയാ അയം മഹോദയഃ ദേശീയ ചലച്ചിത്ര പുരസ്കാരേണ സമാദൃതഃ. ഈ മഴ എന്ന ചലച്ചിത്രത്തിലെ ഈ ഹേയം ഹരിനാമധേയം എന്ന സംസ്കൃത ഗാനത്തിൻ്റെ രചന കൊണ്ട് ഈ മഹോദയൻ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്താൽ സമാദൃതനായി, ആദരിക്കപ്പെട്ടു. ഏതേഷാം സംസ്കൃത ഗാനാനാം ആലപനേന, ഇത്തരത്തിലുള്ള സംസ്കൃത ഗാനങ്ങളുടെ ആലപനത്താൽ സംസ്കൃത ഭാഷായാ ലളിത കോമളത്വം മാധുര്യം ച അനുഭവിതും ശക്നോതി. സംസ്കൃത ഭാഷ വളരെ ലളിതമായും കോമളമായും ഭംഗിയുള്ളതായും പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ഭാഷയാണെന്ന് ഇത് ഇദ്ദേഹത്തിൻ്റെ രചനകൾ അതിലേക്ക് കടക്കുന്ന ആൾക്ക്, ആ രചനകൾ വായിക്കുന്ന ആൾക്ക് സംസ്കൃത ഭാഷ ലളിതമായിട്ടും സരളമായിട്ടും വളരെ ഭംഗിയായിട്ടും ഒക്കെ പാടാൻ പറ്റിയതാക്കി തീർക്കാൻ ശ്രമിക്കാം എന്ന് അവർക്ക് മനസ്സിലാക്കാം. പദച്ഛേദം: ഏതേനൈവ ഏതേന ഏവ ഇത്യേതാനി അല്ലേ, ഇത്യാദി, തിയ, വിഗ്രഹം ഒക്കെ നമ്മൾ നോക്കിയതാണ്. ഇനി ഇവിടെ എല്ലാം വളരെ എളുപ്പമുള്ളതാണ്. നഞ്ചിയമ്മയുടെ ഈ ഗദ്യഭാഗം പഠിത്തോ പ്രശ്നാന ഉത്തരം ലിഖത എന്നാണ് പറഞ്ഞത്. ഇനി ചോദ്യങ്ങൾക്ക് ഉത്തരവും എഴുതണം. കലക്കത്ത ഇതി
ഗ്രാമീണ ഗീതം ഇതാനും സമ്പൂർണ്ണ ദേശീയ പ്രചലതി. അതെ, ഈ നഞ്ചിയമ്മ പാടിയ കലക്കാത്ത കലക്കാത്ത എന്ന് പറഞ്ഞ പാട്ട് ഈ ലോകത്തിൽ മുഴുവനും പ്രചരിക്കുന്നു. ഏത് ചലച്ചിത്ര ഗീതം നഞ്ചിയമ്മ ഇതി മഹിളയ ആലപിതം. ഇത് നഞ്ചിയമ്മയാണ് ഇതിൻ്റെ ഈ ഗായിക. ഏഷ നഞ്ചിയമ്മ ചലച്ചിത്രഗാനേന പ്രഥിത അഭവത്. ഇദ്ദേഹം ഈ ഒരു ചലച്ചിത്ര ഗാനത്താൽ പ്രസിദ്ധയായി. നഞ്ചിയമ്മ പാലക്കാട് ജില്ലയായ അട്ടപ്പാടി ഗ്രാമേ അജായത. പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി എന്ന സ്ഥലത്താണ് ജനിച്ചത്. അയ്യപ്പനും കോശിയും ഇതി ചലച്ചിത്രേ വിദ്യമാനസ്യ കലക്കാത്ത ഇതി ഗാനസ്യ ആലപനേന ഏഷ കീർത്തിം അവാപ. ഈ കലക്കാത്ത എന്നുള്ള ആ പാട്ട് അയ്യപ്പനും കോശിയും എന്ന ചലച്ചിത്രത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഗാനസ്യ ആലപനേന ഏഷ കീർത്തിം അവാപ. ഈ ഒരു പാട്ടിനാൽ തന്നെ നഞ്ചിയമ്മ വളരെ സുപ്രസിദ്ധയായി. द्विविंशत्यधिकद्विसहस्रतमे वर्षे ഏഷാ ദേശീയ ചലച്ചിത്ര പുരസ്കാരേണ സമാദൃത. ഇവർക്ക് നഞ്ചിയമ്മയ്ക്ക് 2022 ദേശീയ ചലച്ചിത്ര പുരസ്കാരം നൽകി ഇദ്ദേഹത്തെ ബഹുമാനിച്ചു. ഇനി ഇതിൽ ചോദ്യങ്ങളുണ്ട്, ഉത്തരം അവിടെ തന്നെ ഉണ്ട്. ഇനി നമുക്കിവിടെ ഈ പാഠം അവസാനിക്കണം. എല്ലാവർക്കും നന്മകൾ വരട്ടെ. വിജയാശംസകൾ. നമസ്തേ.